ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ പിങ്കിനെയാണ് കേട്ടോ. പിങ്കിക്കാലി തുള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. നയനെ ആയിക്കോട്ടെ അർജുൻ ഇങ്ങനെ ആവിയൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നു. അങ്ങനെ നയനെ പെട്ടെന്ന് ഇങ്ങനെ നോക്കി നമ്മുടെ പിങ്കിനെ നോക്കിക്കഴിഞ്ഞിട്ട് പറഞ്ഞു, അതെ ഞാൻ അർജുൻ ആവി കൊടുക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അർജുൻ ചോദിച്ചു, അല്ല ആരാ നയനെ അവിടെ വന്നത്? അത് പിന്നെ പിങ്കിയാ വന്നേക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നൊന്ന് നമ്മുടെ പിങ്കിനെ ഒന്ന് നോക്കിട്ടോ അർജുൻ. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ പിങ്കി കാലി തുള്ളി അങ്ങ് പോയി. പിങ്കിക്ക് സഹിക്കാൻ പറ്റുമോ? പിങ്കിക്ക് ദേഷ്യം വന്നു. പിങ്കി കഷ്ടപ്പെട്ട് തുളസിയിലയും പനിക്കൂർക്കയിലയും ഒക്കെ ചൂടാക്കി ആവി കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സീന് കണ്ടത്. അപ്പൊ നമ്മുടെ പിങ്കി അങ്ങ് ദേഷ്യപ്പെട്ട് പോയപ്പോഴത്തേക്കും നയന പറഞ്ഞു, പിങ്കിക്ക് ദേഷ്യം വന്നെന്ന് തോന്നുന്നു. പിങ്കി ദേഷ്യപ്പെട്ട് അങ്ങ് പോയി. എന്ത് ചെയ്യാനാ, ഞാൻ ആവി കൊടുക്കാൻ വന്ന വേറൊന്നും അല്ല അർജുന് ആരും ആവി തരാൻ ഇവിടെ ഇല്ല, ആരും പരിഗണിക്കാനും ഇല്ല. അപ്പൊ പിന്നെ ഒരാളെങ്കിലും വേണ്ടേ അർജുനെ നിന്നെ പരിഗണിക്കാനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അർജുൻ പറഞ്ഞു, നീ ഇനി പിങ്കിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, ഈ വിഷയം ഇവിടെ അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി തുള്ളി കലിച്ചുകൊണ്ട് നേരെ ചെല്ലുകയാണ് എങ്ങോട്ടേക്ക്? അടുക്കളയിലേക്ക്. അപ്പൊ അടുക്കളയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ലക്ഷ്മി പറയാ, അതെ ഇനിയിപ്പം പേടിക്കാനൊന്നുമില്ല, ഡിവോഴ്സിന്റെ വക്കിൽ നിന്നേ പിങ്കി മോള് പിന്തിരിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം എങ്ങനെ പിന്തിരിഞ്ഞെന്നാ ഈ പറയുന്നത്? എനിക്ക് തോന്നുന്നില്ലെന്ന് പവിത്രയും പറഞ്ഞു, മോഹിനിയും പറഞ്ഞു. പിന്തിരിഞ്ഞു എനിക്കറിയാം. കാരണമേ കണ്ടില്ലേ അർജുനോടുള്ള സ്നേഹം. ഇപ്പൊ അർജുനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിങ്കി. പനിക്കൂർക്കയിലയും തുളസിയിലയൊക്കെ ഇട്ടുള്ള ആ ഒരു ആവി പിടിക്കാൻ കൊണ്ടുപോയ വെള്ളം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പിങ്കിക്ക് ഇപ്പൊ പഴയ ദേഷ്യമൊന്നും അർജുനോടില്ല. അർജുനെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിലും അങ്ങനെയാ. സ്വന്തം ഭർത്താവിന്റെ ജീവിതത്തിൽ വേറെ ആരെങ്കിലും സ്വാതന്ത്ര്യമായിട്ട് ഇടപെടാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവോ? അതാർക്കും ഇഷ്ടപ്പെടില്ല. ഇപ്പോഴാ പിങ്കിയുടെ സത്യത്തിലെ ആ ഒരു ഇത് പുറത്തു വന്നത്. ഇപ്പോഴാ പിങ്കിക്ക് മനസ്സിലായത് അർജുൻ കൈവിട്ടു പോകുന്നു. അതുകൊണ്ട് തന്നെയാ പിങ്കി ഇപ്പം അർജുനെ സ്നേഹിച്ചു തുടങ്ങുന്നത്. ഇത് തന്നെയാ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് കലി തുള്ളി നമ്മുടെ പിങ്കി വരുന്നത്, ആവി പിടിക്കുന്ന ആ വെള്ളവുമായിട്ട്. അപ്പോഴത്തേക്കും ലക്ഷ്മി ചോദിച്ചു, ഇതെന്ത് പറ്റി? പിങ്കി മോളെ ആവി പിടിച്ചില്ലേ തിരിച്ചു വെള്ളം കൊണ്ടുവന്നത്? എന്തിനാ ഞാൻ ആവി പിടിക്കണത്? ഞാൻ ആവി പിടിക്കേണ്ട കാര്യമില്ലല്ലോ, അവിടെ ഉണ്ടല്ലോ ആവി പിടിക്കാൻ ഒരു ഗോപിക. ഗോപികയോ? സുമംഗലി അപ്പച്ചിയുടെ പുന്നാര മരുമകള് ഗോപിക, ആ നയന അവള് പിടിക്കുന്നുണ്ട് അർജുനാവി. പിന്നെന്തിനാ ഇനിയിപ്പൊ ഞാൻ പോയി പിടിക്കണത്? ഞാനേ ഇനി പോയി ആവി ഒന്നും പിടിച്ച് എനിക്ക് ആരെയും നിർബന്ധിച്ച് ആവി പിടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ പരിഗണിക്കാനും പരിഗണിക്കപ്പെടാനും ഒക്കെ ആൾക്കാരുള്ളപ്പം ഞാൻ എന്തിനാ വെറുതെ എന്ന് പറഞ്ഞുകൊണ്ട് കലിതുള്ളിപ്പോഴത്തേക്കും പവിത്ര ഓ കൊള്ളാലോ പിങ്കി മോളെ, ഞാൻ പറഞ്ഞില്ലേ പിങ്കി മോളിരിക്കുന്ന സ്ഥലത്ത് കയറി പിങ്കി മോളിരുന്നില്ലെങ്കിൽ അവിടെ വേറെ ആരെങ്കിലും കയറിയിരിക്കുന്ന ഇതത് തന്നെയാ. പിങ്കി മോളെ നീ സൂക്ഷിച്ചോ. പിങ്കി മോളെ എന്ന് പറയുമ്പോ ഞാൻ എന്തിനു സൂക്ഷിക്കണം? എനിക്കാരെയും സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കാരെയും പിടിച്ചു നിർത്താനും പറ്റില്ല. പോകേണ്ടവര് പോകും, വരേണ്ടവര് വരും. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ഞാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി കാലി തുള്ളി അങ്ങ് പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ മോഹിനി പറഞ്ഞു, അവള് ചില്ലറക്കാരിയല്ല, അവളെ ഈ കുടുംബം കോളം തോണ്ടാൻ വേണ്ടി വന്നതാ നയന എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു, നിങ്ങൾ എരുതിയിൽ എണ്ണ ഒഴിക്കാതിരിക്കുന്നുണ്ടോ? എന്തിനാ വെറുതെ പിങ്കി മോളെ എരികേറ്റാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? അല്ല, ഞങ്ങൾ സത്യമല്ലേ അമ്മായി പറയുന്നത്? ഞങ്ങൾ പറയുന്നതിൽ എന്താ തെറ്റിരിക്കുന്നത്? നയനയുണ്ടല്ലോ അവളൊരു അഴിഞ്ഞാട്ടക്കാരി തന്നെയാ, അഴിഞ്ഞാട്ടക്കാരിയാ. അവളെ അഴിച്ചു വിട്ടിരിക്കുന്നത് ആരാ? സുമംഗലി അപ്പച്ചിക്ക് ഇപ്പം പിങ്കീനെ വേണ്ട. ഇനിയിപ്പൊ സുമംഗലി അപ്പച്ചിക്ക് അവളെ മതി നയനെ മരുമകളായിട്ട്. അതുകൊണ്ട് തന്നെയാ എന്നും പറഞ്ഞ് നമ്മുടെ പവിത്രയും. അപ്പൊ ലക്ഷ്മി പറഞ്ഞു, പവിത്രേ നീ നിന്റെ കാര്യം നോക്ക്. ഞാൻ പറഞ്ഞു നീ വെറുതെ ഇല്ലാത്ത കഥ ഉണ്ടാക്കി പറയരുതെന്ന്. അതുകൊണ്ട് ഇവിടെ കൊണ്ട് ഈ വർത്താനം നിർത്തിക്കോണം. പാവം പിങ്കിമോള് അവളെ ഒരുപാട് ആശിച്ച അങ്ങോട്ടേക്ക് പോയത്. അവൾക്ക് ഒരുപാട് സങ്കടമുണ്ട്. അതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ കൂടുതൽ വ്യാഖ്യാനിക്കാനൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി കേട്ടോ. ഏതായാലും ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദേനെയാണ്. അപ്പൊ നന്ദ ഇങ്ങനെ കട്ടലയിലൊക്കെ ഇരുന്ന് എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഗൗതം പുറകെ വന്നിട്ട് ഇതെന്ത് പറ്റി? അയാൾ ഭയങ്കര ചിന്തയിലാണോ, എന്തോ സ്വപ്നലോകത്തിലാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞ് പതുക്കെ ചെന്നിട്ട് പുറകെ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പൊത്തി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ മനസ്സിലായി നന്ദയ്ക്ക് നമ്മുടെ ഗൗതമാണെന്ന്. അങ്ങനെ ഗൗതം ഇങ്ങനെ കൈ പൊത്തിയതും വീട്ട് എന്നും പറഞ്ഞുകൊണ്ട് കൈ ഇങ്ങനെ പിടിച്ചു മാറ്റാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല. അപ്പോഴത്തേക്കും നന്ദ കൈ എടുത്തിട്ട് കൈക്കിട്ടൊരു ഒറ്റ കടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് ഗൗതമിന് വേദനിച്ചു കേട്ടോ. അപ്പം ഗൗതം പറഞ്ഞു, എന്താ നന്ദ നീ കാണിക്കുന്നത്? എന്തൊരു കടിയാ ഇത് എന്തൊരു കടിയാ, എന്തു വേദനയാ ഇത്? എന്താ വിചാരിച്ചത്? ഈ പൂ പോലത്തെ പല്ലിനും ഇതുപോലെ മൂർച്ചയുണ്ടെന്ന് മനസ്സിലായില്ലേ?
എന്റെ ശത്രുക്കളെ ഞാൻ ഈ പല്ലും കൊണ്ട് നേരിടുന്ന മനസ്സിലായില്ലേ? ചീറ്റപ്പുലിക്ക് പോലുമില്ല ഇത്രയും വലിയ ശക്തി. അതുപോലെ ശക്തിയുള്ള പൂമൊട്ട് പോലെയുള്ള നല്ല നല്ല പല്ലുകളാണ് എനിക്കുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നന്ദ ഇങ്ങനെ ഗൗതമിനോട് പറയുക. എന്നെ പേടിപ്പിക്കാനല്ലേ പുറകിൽ വന്ന് കണ്ണു പൊത്തിയത്? ഇത് റൊമാൻസ് ആയിട്ട് വന്നതാ. അതെ, സാധാരണ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ കണ്ണു പൊത്തുന്ന നായകന്റെ കൈ പിടിച്ച് ഗൗതമേട്ടനല്ലേ എനിക്ക് മനസ്സിലായി കേട്ടോന്ന്. ഇതിപ്പോ എന്താ, ഒരെണ്ണത്തിന് മരുന്നിന് പോലും റൊമാൻസ് ഇല്ല, പിന്നെ എങ്ങനെയാ? അയ്യോടാ പാവം, റൊമാൻസിന് വന്നതാണോ? എന്താ എനിക്ക് റൊമാൻസ് പറ്റില്ലേ? തീരെ പറ്റില്ല. ഇത്തിരി മസിലിപ്പിടുത്തുള്ള ഈ നടപ്പും പിന്നെ ഈ ഒരു പതിയുള്ളൊരു ചിരിയും ഒക്കെ തന്നെയാ ഈ സ്വഭാവത്തിനും മുഖത്തിനും ഒക്കെ ചേരുന്നത്. റൊമാൻസ് ചേരില്ല. എന്തു പറ്റി ആലോചിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതം പറഞ്ഞു, താൻ പറഞ്ഞത് ശരിയാ. പണ്ടേ എനിക്കും തോന്നിയിട്ടുണ്ട് റൊമാൻസിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് വീക്കാണെന്ന്. റൊമാൻസ് ഒന്നും എനിക്ക് വരില്ല. പ്രകടനത്തിനൊന്നും തീരെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അതെ, പ്രകടിപ്പിക്കാത്ത സ്നേഹം അത് ഒരിക്കലും അർത്ഥമുള്ള സ്നേഹമല്ല. പണ്ടൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, പിശുക്കന്റെ നാണയ ശേഖരണം അതുപോലെ ഉപയോഗമില്ലാത്ത ഒരു സംഭവമാണ്. ആ നാണയത്തിന് തുരുമ്പെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ നന്ദ. ഇതേ വായിച്ചതായിരിക്കും. വായിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ മെമ്മറി വെച്ചിട്ട് ഓർത്ത് പറയണം. എനിക്കതൊന്നും അറിയത്തില്ല. റൊമാൻസ് എന്ന് പറഞ്ഞാൽ അവന്റെ ഓരോ കോശത്തിലും ഇങ്ങനെ തുളുമ്പുക. ആരുടെ? നമ്മുടെ അർജുന്റെ. കണ്ടുപഠിക്ക് ചേട്ടൻ. അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതൊക്കെ അവന്റെ രക്തത്തിലുള്ളതാ. ആ ഒരു പ്രണയ ഭാവം, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെയുള്ള വലിയ ആഗ്രഹം. പക്ഷേ അവനത് നിരസിക്കപ്പെട്ടു. അതാ ഇപ്പൊ എന്റെ വിഷമം. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, ഇത്രയൊക്കെ അവന് ആഗ്രഹം ഉണ്ടായിട്ടും ലാസ്റ്റ് അവന് കിട്ടിയ ജീവിതം, പിങ്കിക്ക് അവനെ കൊണ്ട് കുറച്ച് സ്നേഹമോ അടുപ്പമെങ്കിലും ഒക്കെ തോന്നിയായിരുന്നെങ്കിൽ അത് മതിയായിരുന്നു. അതൊക്കെ ഉണ്ട് ഗൗതം സാർ. മനസ്സുകൊണ്ട് പിങ്കി അർജുന്റെ സ്വന്തമാണെന്ന് കരുതുന്നുണ്ട്. ആ സ്വാർത്ഥത അവളുടെ ആ ഒരു പെരുമാറ്റത്തിൽ ഇപ്പൊ നന്നായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ല, ആരാ നന്ദയോട് പറഞ്ഞത്? അതാരെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? അതൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നതല്ലേ. എന്ത് കാണുന്നു? അർജുനും നയനിയും തമ്മിലുള്ള അടുപ്പമില്ലേ, ആ അടുപ്പം ഇടപെടലും ഒക്കെ തീരെ സഹിക്കുന്നില്ല പിങ്കിക്ക് സത്യം പറഞ്ഞ അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. എന്ത് കാര്യമാ? എന്തുവരെ നിനക്ക് പറയാനുള്ളത്? അതെ, നയനയും ഞാനും കൂടി ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. എന്ത് പ്ലാന്? പിങ്കിയെയും അർജുനെയും തമ്മിൽ ഒന്നിപ്പിക്കാന്. എന്ത് പ്ലാന്? അപ്പോഴത്തേക്കും പ്ലാനുകളൊക്കെ നമ്മുടെ നന്ദ പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. അത് നമ്മൾ മ്യൂട്ട് ചെയ്ത് വെച്ചാട്ടോ കേൾപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, കാര്യങ്ങൾ കൈവിട്ട് പോകുന്നേ. മനസ്സിൽ തോന്നുമ്പോൾ പിങ്കി തന്നെ സമ്മതിക്കും എനിക്ക് അർജുനെ ഇഷ്ടമാണെന്ന്. അതിന് ഇങ്ങനെ ഒരു ഡ്രാമ കളിക്കേണ്ട കാര്യമുണ്ടോ നന്ദ? ഒരിച്ചൽ സ്നേഹിച്ചതാ നയനെ അർജുനെ, പിന്നെ അത് വലിയ വിഷയമാവുമോ? ഹേയ്, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ആ ബാക്ക് സ്റ്റോറി പിങ്കിക്ക് അറിയാവുന്നതുകൊണ്ട് നയനെ എന്ത് കാണിച്ചാലും അത് അവൾക്ക് കൊള്ളും. അല്ല, ഒടുവിൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളാതിരുന്നാ മതി എന്ന് വെച്ചാല് ആ ചക്കിന് വെച്ചത് ഈ കൊക്കിന് കൊള്ളരുതെന്ന് മനസ്സിലായോ? അങ്ങനെയൊക്കെ കൊള്ളുവോ? അങ്ങനെയൊക്കെ കൊള്ളും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൗതം അങ്ങ് പോയപ്പോഴത്തേക്കും നന്ദ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരു എത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ. ഏതായാലും അത് കഴിഞ്ഞുള്ള സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിങ്കിയാണ്. പിങ്കി കാലി തുള്ളി നേരെ പോയി ബെഡ്റൂമിൽ ഇരിക്കുകയാണ് കേട്ടോ. പിങ്കിയിലെ കലി കണ്ടിട്ട് നമ്മുടെ അരുന്ധതി നേരെ പിങ്കിയുടെ അടുത്തേക്ക് പോവുക. അരുന്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നതും പിങ്കിയും അർജുനും ഒന്നാകണം എന്നാണല്ലോ. അങ്ങനെ അരുന്ധതി ചെന്നിട്ട്, ദേ പിങ്കി, നീ എന്തോ കലിയൊക്കെ തുള്ളി പോകുന്നത് കണ്ടെന്ന് മോഹിനി പറഞ്ഞു. ഓഹോ, അപ്പോഴത്തേക്ക് ന്യൂസ് അവിടെ എത്തിച്ചോ? അല്ല, എന്താ കാര്യമെന്ന് നീ പറ പിങ്കി, എന്താ സംഭവിച്ചത്? കാര്യം എന്താണെന്ന് പറഞ്ഞു കാണൂലോ മോഹിനി അവതാരം വന്നിട്ട്. നിന്റെ ദേഷ്യം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. വല്യമ്മായി എന്നെ കളിയാക്കുവാണോ? അല്ലല്ലോ, ഞാൻ എന്തിനാ മോളെ നിന്നെ കളിയാക്കുന്നത്? നീ എൻ്റെ ഓമനയല്ലേ, നീ എൻ്റെ പുന്നാര മോളല്ലേ, പിന്നെ പറയുമ്പോ ഓമന. ദേ എനിക്കറിയാം, ഇവിടെ കൈ നീളുന്നത് സ്വർണം കൊടുക്കുമ്പോൾ നന്ദയുടെ മുമ്പിലേക്കാ. ഓഹോ, അത് മനസ്സിൽ വെച്ചേക്കാണല്ലേ. ഒന്നും അങ്ങനെ പെട്ടെന്ന് മറക്കുന്നവളല്ല ഈ പിങ്കി. അതെ, അത് അത്രയ്ക്ക് നല്ല ശീലം അല്ലല്ലോ. അത് മാറ്റേണ്ടതാണല്ലോ. മറക്കേണ്ടത് മറക്കണം, ആവശ്യമുള്ളത് മാത്രമേ ഓർക്കാൻ പാടുള്ളൂ. അങ്ങനെ പലതും മറക്കാൻ ഞാൻ പഠിച്ചില്ല. അതാ എനിക്ക് പറ്റിയ തെറ്റു വല്യമായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അരുന്ധതി പറഞ്ഞ അതൊക്കെ പോട്ടെ. അല്ല, നയനയാണോ ഇന്ന് നിന്നെ പ്രകോപിപ്പിച്ചത്? ഒരു തരത്തിൽ നയന തന്നെയാ. പഴയ ഒരു ചൊല്ല് നീ കേട്ടിട്ടുണ്ടോ? താൻ ഇരിക്കേണ്ട ഇടത്ത് താൻ ഇരുന്നില്ലെങ്കിൽ അവിടെ നായ കയറിയിരിക്കുമെന്ന്. അത് എൻ്റെ മോള് കേട്ടില്ലെങ്കിൽ ഈ അമ്മായി ഇപ്പൊ പറയുന്നത് മോള് കേട്ടല്ലോ. അർജുന്റെ ഭാര്യ പവതി ഒരു സിംഹാസനം.
പലരും അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ആഗ്രഹിക്കാത്ത നിനക്കത് കിട്ടിയെന്ന് കരുതി അതിന്റെ മൂല്യം കുറഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇപ്പോഴും ആ പദവിയുണ്ട്. എനിക്കൊരു സിംഹാസനവും വേണ്ട. അങ്ങനെ പറയാതെ മോളെ. കയ്യിലിരിക്കുന്ന മാണിക്യത്തിന്റെ വില അറിയാതെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഉണ്ടല്ലോ ഓർത്തിട്ട് കാര്യമില്ല. പിന്നെ അത് തേടി ഓടിയിട്ടൊന്നും കാര്യമില്ല. അതൊന്നും പിന്നെ നമുക്ക് വന്നു ചേരാനേ പോകുന്നില്ല. ഒരിക്കൽ വലിച്ചെറിഞ്ഞാൽ പിന്നെ തിരികെ നമുക്ക് കിട്ടില്ല. പിന്നീട് ഒരിക്കലും പല നിധികളും. അതാ എന്റെ മോളിപ്പം മനസ്സിലാക്കേണ്ടത്. നീ ബുദ്ധിയുള്ളവളല്ലേ, അതൊക്കെ ഉപയോഗിച്ച് അറിയാൻ ശ്രമിക്ക. നീ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തീരുമാനിക്കുമ്പോഴും ഇവിടെ ആരുടെ മനസ്സിനും ഒരു നഷ്ടബോധമില്ല. പോയാൽ നീ പോകട്ടെ എന്നല്ലേ എല്ലാവരുടെയും ചിന്ത. അപ്പം വല്യമ്മയ്ക്കും അങ്ങനെ തന്നെയാണോ? എന്റെ ഭാഗമൊക്കെ അവിടെ നിൽക്കട്ടെ, അതിപ്പം മോള് അറിയേണ്ട കാര്യമില്ലല്ലോ. അർജുൻ ഇപ്പൊ ഒരു കുലുക്കവും ഇല്ല. എന്തുകൊണ്ടാ? അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരാള് ഇറങ്ങിപ്പോയെന്നേ ഉള്ളൂ. ദേ ഓർത്തു വെക്കാന് നല്ല ഓർമ്മകളും അവന് മോള് സമ്മാനിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാ ഞാൻ നിന്നോട് പറഞ്ഞത്, സ്നേഹം കൊണ്ട് തന്നെ വേണം ഒരു മനുഷ്യനെ കീഴടക്കാനെന്ന്. അല്ലെങ്കിലേ അധികാരം വേണം. അല്ലമ്മായി, ആ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് അവളെപ്പോലെ താന്നു കിടക്കാനും ശുശ്രൂഷിക്കാനും ഒന്നും എന്നെ അമ്മായി പ്രതീക്ഷിക്കരുത്. അതിനെനിക്ക് പറ്റില്ല. അല്ല, അവൾ ആരാ അർജുന്റെ? അവൾ ആരുമല്ലല്ലോ. എന്നിട്ടും സ്നേഹത്തോടെ ഇടപെട്ട് ഒരു സ്ഥാനം ഉറപ്പിക്കുക അർജുന്റെ ജീവിതത്തിൽ അവള്. അത് മോള് ഇതുവരെ കണ്ടില്ലേ? അത് മോള് കാണുന്നില്ലേ? നിനക്ക് ഇവിടെ ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം അത് നിനക്കുള്ളതാ. അവളെയൊക്കെ തോപ്പിച്ച് മുകളിൽ കയറാന് ഒരു ചെറിയ പ്രയത്നം മാത്രം മതി മോക്ക്. മോള് പ്രയത്നിച്ചാൽ അത് സാധിക്കും. അർജുന്റെ ഇഷ്ടമറിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ പോലും നീ അവന് കൊടുക്കുന്ന ആ സംഭവം ഓർത്തട്ടെ. അവനതും മധുരിക്കും. അവൻ ഒരിക്കലും അത് മറക്കാനും പോകുന്നില്ല. മോളെ പൊന്നുപോലെ നോക്കും. അല്ല, ഞാൻ പറയുന്നത് മോക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. നീ ഇവിടെ ഉള്ളപ്പം നിനക്ക് മീതെ കയറി നിൽക്കാൻ നീ ആരെ അനുവദിക്കാൻ പാടില്ലെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. അതിനു മോള് ചെയ്യേണ്ടത് വേറൊന്നുമല്ല. ഒരു സ്ത്രീ എന്ന നിലയിൽ നിന്റെ കഴിവുകേടായിട്ട് അത് വ്യാഖ്യാനിക്കപ്പെടാൻ പാടില്ല. അല്ല, എനിക്കിനി അർജുന്റെ മുന്നിൽ പോയി നിൽക്കാൻ പറ്റില്ല. എനിക്ക് അതൊക്കെ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യ, നീ അവിടെ പോയി നിന്നാ മതി. ഒരു സ്ഥാനവും നീ ഏറ്റെടുക്കണ്ട. എന്നാലും നിന്റെ സാമീപ്യം അവൻ അറിയണം. നീ ഉള്ളതിന്റെ വില അവൻ മനസ്സിലാക്കണം. ആരെക്കാളും നന്നായി നീ അവനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൻ മനസ്സിലാക്കിയെടുക്കണം. അപ്പോഴേ എന്റെ പൊന്നു മോളെ പിങ്കി, നീ വിജയിക്കുകയുള്ളൂ. അങ്ങനെ വിജയിക്കണമെങ്കിൽ ഈ അമ്മായി പറയുന്നത് പോലെ ചെയ്യണം. നീ പിന്നെ ബുദ്ധിമതിയാണല്ലോ. നീ നാളെ പോകുന്നു എന്ന് പറഞ്ഞാലേ ദേ അർജുൻ തന്നെ വന്ന് നിന്നെ തടയണം, പോകണ്ട എന്നും പറഞ്ഞ്. അതാണ് ഒരു പെണ്ണിന്റെ വിജയം. മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി പറഞ്ഞു, മനസ്സിലായി അമ്മായി എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ അരുന്ധതി അങ്ങ് എണീറ്റ് പോയി കേട്ടോ. പിന്നെ നമ്മുടെ സുമംഗലിനെയാണ് കാണിക്കുന്നത്. സുമംഗലി ഇങ്ങനെ ദോശയൊക്കെ ചുട്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും സുമംഗലി പറയുക, ലക്ഷ്മി അവിടെ നിപ്പുണ്ട്. ഇന്നെങ്കിലും ലക്ഷ്മി കൈ ഒഴിഞ്ഞ് നിൽക്കുന്നത് കാണാൻ പറ്റിയില്ലോ. സാധാരണ ഈ സമയത്തെ ഞാൻ എപ്പോഴും ഓടി നടന്നാ പണി ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ നയന വന്നപ്പോഴത്തേക്ക് സുമംഗലി ചോദിച്ചു, അല്ല മോളെവിടെയായിരുന്നു? മോളെ ഞാൻ കണ്ടില്ലല്ലോ. അതെ, അർജുന് ഭയങ്കര ജലദോഷം, ഞാൻ ആവി പിടിക്കുകയായിരുന്നു. പണ്ട് ഇങ്ങനെ തന്നെയായിരുന്നു. പണ്ടുണ്ടല്ലോ സദാസമയം അവനെ മുടി വളർത്തി ഇങ്ങനെ ഇടും, വെട്ടാൻ സമ്മതിക്കുകയില്ല. ചെറുപ്പം മുതലേ ഉള്ള ശീലവാ. മുടി ഇങ്ങനെ കിടന്നിട്ടേ വെള്ളം ഇറങ്ങിയിട്ട് പനി പിടിക്കും, ജലദോഷം പിടിക്കും. അതൊക്കെയാ പറ്റിപ്പോയത്. അപ്പോഴത്തേക്കാണെങ്കിൽ ലക്ഷ്മി പറഞ്ഞു, മുടിയല്ലേ നമ്മുടെ അർജുന്റെ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത്. പിന്നെ മുടി വളർന്ന ഐശ്വര്യം വന്നാൽ മാത്രം മതിയോ? ആരോഗ്യം വേണ്ടേ? ആരോഗ്യം ഇല്ലാതെ എന്ത് ചെയ്യാനാ? ചെറുപ്പത്തിലെ അവന് തലതിരിഞ്ഞ ഒരു കൊച്ചായിരുന്നു. ഒരിക്കൽ രാത്രി കിടന്ന് ചുമയും മൂക്ക് ചീറ്റലും. ഞാൻ അത് പറയുകയും ചെയ്തു, മുടി വെട്ടിക്കാതെയാ ഇതൊക്കെ സംഭവിക്കുന്നതെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, അവൻ സമ്മതിക്കുവോ? പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്തെന്നറിയാമോ? ദേഷ്യം പിടിച്ചിട്ട് ബാലേട്ടൻ ഉറക്കത്തില് അവന്റെ തലമുടി ട്രിം ചെയ്തു മാറ്റി. രാവിലെ എണീറ്റപ്പോ അർജുന്റെ മുഖമൊന്ന് കാണണമായിരുന്നു. അയ്യടാന്നായി പോയില്ലേ. പിന്നെ പിടിവാശിയും കരച്ചിലും പിണക്കവും. പിന്നെ ഞങ്ങളുടെ അടുത്ത് നിന്നുള്ള കിടപ്പ് തന്നെ അവൻ മാറ്റി. പിന്നെ ബാലേട്ടൻ പോകുന്നത് വരെ ഞങ്ങളുടെ കൂടെ അവൻ കിടന്നിട്ടേ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പം അവിടെ നയനെ നിപ്പുണ്ട്. അപ്പം നന്ദ വന്നിട്ട്, ഇവിടെ എന്താ എല്ലാവരും കൂടെ സഭ കൂടലാണോ? എന്നെ വിളിക്കാതെ ഒരു സഭ കൂടലോ? അപ്പോഴത്തേക്കും നമ്മുടെ വെറുതെ എല്ലാരും കൂടെ കൂടുമ്പോ പഴയത് എന്തെങ്കിലും കിട്ടൂല സംസാരിക്കാന്, അതും കൊണ്ടാ സംസാരിച്ചത് എന്നിങ്ങനെ സുമംഗലി പറഞ്ഞപ്പം, എന്തു പറ്റി
ഒരു കാര്യം ചെയ്യാം, ഞാൻ സഹായിക്കണോ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ കഥയും പറഞ്ഞിരിക്കാം, സഹായിക്കുകയും ചെയ്യാം. നയനയും കൂടെ ഹെൽപ്പ് ചെയ്യില്ലേ? ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ലതാവൂലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ പിങ്കി വരിക. പിങ്കി വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ലക്ഷ്മിയുണ്ട്, സുമംഗലിയുണ്ട്, നന്ദയുണ്ട്, അതുപോലെ നയനയുണ്ട്. അപ്പൊ ഇവരെല്ലാവരും കൂടെ കൂടി നിന്ന് ചർച്ച ചെയ്യുന്നു, സംസാരിക്കുന്നു. പിങ്കിക്ക് സഹിക്കുവോ? പിങ്കിക്ക് സഹിക്കത്തില്ലല്ലോ. സുമംഗലി അപ്പച്ചിയോട് ഈ സമയം കൊണ്ട് നന്ദ പറഞ്ഞു, പൊക്കോ, ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കിക്കോളാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സുമംഗലി പറഞ്ഞു, അതെ, നമ്മുടെ അർജുൻ ഇഷ്ടപ്പെട്ട ചട്നി ഉണ്ടല്ലോ, ആ ചട്നി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല എന്ന് പറഞ്ഞ് ആ റെസിപ്പി അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. ആ റെസിപ്പി അങ്ങ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി ഇത് കേൾക്കുന്നുണ്ടേ. അപ്പൊ പിങ്കി ഇത് ശ്രദ്ധിച്ച് കേട്ട് നിൽക്കുക. ഏതായാലും പിങ്കി ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ തയ്യാറാകാൻ ചാൻസ് ഉണ്ടല്ലേ? കാരണം അർജുന്റെ മനസ്സിൽ പിങ്കി കയറി പറ്റണമെങ്കിൽ ഇങ്ങനെ ഒരു ചട്നി ഉണ്ടാക്കി കൊടുത്താലും കയറി പറ്റാമെന്ന് പിങ്കിക്ക് തോന്നൂലോ. അപ്പൊ പിങ്കി രഹസ്യമായിട്ടാണ് ഇത് കേൾക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് പിങ്കി മനസ്സിൽ വിചാരിക്കുക, അർജുന് അപ്പൊ അമ്മിയിൽ അരച്ച ചമ്മന്തി, ആ ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കണം. ഇനി ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ നിൽക്കുന്നു. നമ്മുടെ നന്ദ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നന്ദ പിങ്കി ഇങ്ങനെ ചിരിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് നമ്മുടെ നന്ദ നിൽക്കുന്നത്. എന്തോ നമ്മുടെ പിങ്കി മനസ്സിൽ കരുതുന്നുണ്ടെന്ന് നന്ദയ്ക്ക് മനസ്സിലായി. പിന്നെ കാണിക്കുന്ന സീൻ എന്താ? നമ്മുടെ പിങ്കി അരകല്ലിൽ തേങ്ങയും ഉള്ളിയും മുളകൊക്കെ വെച്ച് അങ്ങോട്ട് അരയാൻ തുടങ്ങി. ഏതായാലും പിങ്കി അരച്ചരച്ച് നേരെ കൊണ്ടു ചെല്ലുകയാണ് നമ്മുടെ അർജുന്റെ അടുത്തേക്ക്. ഏതായാലും അർജുന്റെ അടുത്തേക്ക് ചട്നിയും ദോശയൊക്കെ ആയിട്ട് ചെന്ന് വിളമ്പി കൊടുക്കുന്നത് കണ്ടുകൊണ്ട് നന്ദ നിൽക്കുന്നു. അതിന്റെ പുറകില് നമ്മുടെ നയനയും നിൽപ്പുണ്ട്. ഏതായാലും നയനയുടെ മുഖം വല്ലാണ്ടങ്ങ് മാറിയാണ് നിൽക്കുന്നത്. പിങ്കി നല്ല സന്തോഷത്തോടു കൂടിയും അർജുനും നല്ല സന്തോഷത്തോടു കൂടിയുമാണ് നിൽക്കുന്നത്. ഏതായാലും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട് അവസ്ഥ വരുമോ എന്നറിയില്ല. നമ്മുടെ നയന വലിയ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്തായി തീരുന്ന് കാത്തിരുന്ന് തന്നെ കാണാം അല്ലെ? അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഈ ഒരു ഭാഗം കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.